ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ വീക്ക് ഓഫ് ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂം മേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇതാണ് കാണുന്നത്. ഞാൻ മെത്തയൊക്കെ താഴെ ഇട്ടിട്ട്, കട്ടിലിട്ടിട്ടില്ല, മെത്ത താഴെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കിടക്കുന്ന റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വിചാരിച്ചു ചെറിയ രീതിയിൽ ഇതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചു. സോ ഒരു ഉച്ചയൊക്കെ ആയി പണി തുടങ്ങിയപ്പോഴത്തേക്ക്. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റായിട്ട് കിടക്കുന്ന വോളിൽ കളർ ചേഞ്ച് ചെയ്യുക, ഒരു ഡാർക്ക് പർപ്പിൾ കൊടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അതനുസരിച്ച് ഞാൻ തന്നെ പെയിൻ്റൊക്കെ സെലക്ട് ചെയ്ത്, പിന്നെ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ സൈഡിൽ ലൈനൊക്കെ വിട്ടതാ, കാരണം ഞാൻ ഓൾറെഡി വരച്ച് പെയിൻ്റ് അടിച്ച് അവിടെ മൊത്തം കുളവാക്കി വെച്ചിരിക്കുക. സോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആവും. എന്നിട്ടും ആയിട്ടുണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ ലൈനൊക്കെ ഇട്ടതാ, ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാം. റോളറുണ്ട്, റോളർ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുമോ, പെയിൻ്റ് അടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. കാരണം ഈ തുണി വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ്. അപ്പം ചെറുതായിട്ട് പൊടി അടിച്ചാലും ഈ പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. നല്ല കളറല്ലേ, ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതിലും കുറച്ചുകൂടി ഡാർക്കാണ്. ഇവർ പറയുന്നു ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കളർ വേണം. അതുകൊണ്ട് ഞാൻ ആ പെയിൻറ്റിൻ്റെ അകത്തൊരു ചെറിയൊരു ഡപ്പിക്കകത്താണ്, അതിനകത്ത് ഞാൻ ആ ഒരു കപ്പ് മാത്രം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളം പോലും ഞാൻ ചേർത്തില്ല. അപ്പോഴേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പെയിൻറ്റ് തികയത്തില്ല, നീ ഇച്ചിരി വെള്ളം കൂടെ ചേർക്ക്, ഇത് അടിക്കുമ്പോൾ ഡാർക്ക് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താൽ കേൾക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കണത്. ഏകദേശം ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ട് കൂടെ അടിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും കളർ ഏതാണ് കിട്ടണതെന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗൈസ്. എന്തായാലും എങ്ങനെയൊക്കെയോ വലിച്ചും പിടിച്ചുമൊക്കെ ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ആ മേളിൽ പിന്നെ എത്താത്ത ഭാഗത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റേനെ മോളിൽ കയറ്റേണ്ടി വന്നു. അവൾ മോളിൽ കയറിയിരുന്ന് അവൾക്കും സന്തോഷമായി. അപ്പോൾ അവൾ അവിടുത്തെ ആ കുറച്ച് ഭാഗം, ആ മൂലയൊക്കെ അവളാണ് അടിച്ചു വെച്ചേക്കുന്നത്. അവിടെ കയറി അവളെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചിട്ടൂനും അവിടെ കയറണമെന്ന് വാശി. പിന്നെ ചിട്ടൂനെ അവിടെ കയറ്റി, അവൾക്ക് സന്തോഷമായി. രണ്ടുപേരും കൂടെ അവിടെ കയറി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി അത് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ടും കൂടെ അവിടെ അടിച്ചിട്ട് രണ്ടുപേരും താഴെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ താഴെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോറുണ്ടായിരുന്നു വീട്ടിൽ. നമ്മളെല്ലാവരും കൂട്ടത്തിൽ ഫുഡ് കഴിച്ചു. വലിയ കറിയൊന്നുമില്ല, സാമ്പാറും തോരനും അച്ചാറും മാത്രമേ ഉള്ളായിരുന്നു. ഉമ്മിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബിൻസുവാണ് വീഡിയോ എടുക്കണേ, അതുകൊണ്ടാണ് അവനെ കാണാത്തത് വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചത് ഏകദേശം ഉണങ്ങി ഒരു പരുവായിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുമ്പോഴത്തേക്ക് നൈസ് ആവുമായിരിക്കും. അപ്പോൾ എന്തായാലും കർട്ടൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു. കർട്ടൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കർട്ടൻ ഇടാനുള്ള മറ്റേ പൈപ്പില്ലേ, അതില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്തായാലും അതും കൂടെ പോയി പുറത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു 6 മണിയൊക്കെ ആയി കേട്ടോ. നല്ല നേരെ ഇരുട്ടി. ഇനി പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാകും. രാമചന്ദ്രയിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറവിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ റേറ്റ് കുറവിന് കിട്ടും. ഞാൻ ഇതിന് മുമ്പും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് അത് ചീത്തയായിപ്പോയി, യൂസ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട്. ഇത് ഞങ്ങളുടെ വഴിയാണ്, വീട്ടിൽ നിന്ന് കയറുമ്പോൾ ഉള്ള വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രയിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. പുറത്ത് പാർക്കിങ്ങിനൊന്നും ഒരു സൗകര്യവും ഇല്ല, നല്ല തിരക്കായിരുന്നു. റോഡിലെല്ലാം ഫുള്ള് വണ്ടി വെയിറ്റിംഗ് ആണ് പാർക്കിങ്ങിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഒടുവിൽ എന്തായാലും അതിനകത്ത് കയറി പറ്റി. ലിഫ്റ്റ് കാത്ത് നിന്നാൽ ഇന്നൊന്നും കയറിപ്പോത്തില്ലെന്നറിയാം. അതുകൊണ്ട് സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. 4ാമത്തെ 5ാമത്തെ നിലയിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ വരെ കയറിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു ഗൈസ്. അയ്യോ വയ്യ, ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നായിപ്പോയി. അത്രയ്ക്ക് നല്ല സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് നല്ല ടയേർഡായി. അങ്ങനെ ഞങ്ങൾ ആ ഫ്ലോറിലെത്തി. നല്ല രസമുണ്ട്, എനിക്കിതൊക്കെ വാങ്ങണമെന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ കുറേ ചെറുതായിട്ട് ചെറിയ ഓരോന്നൊക്കെ വാങ്ങിച്ച് റൂം ഡെക്കറേറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഞങ്ങൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആ പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പൈപ്പ് കിട്ടി.
ഞങ്ങൾ ഒരു 6-7 കണ്ട് വാങ്ങിച്ചു. 3-4 വിൻഡോ ഉണ്ട്. അപ്പം അതിനെല്ലാത്തിനും കൂടെ ഒറ്റയടിക്ക് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ഇത് മേശ വിരിയാണ് കേട്ടോ. മേശ വിരിയാണോ കർട്ടനാണോ? അല്ല, മേശയിൽ വിരിക്കുന്ന സാധനമാണ് കേട്ടോ. മിക്ക അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, രാമചന്ദ്ര അറിയാൻ വയ്യാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല. പിന്നെ അതിൻ്റെ ഇതൊക്കെ ഈ അറ്റത്തൊക്കെ എന്തോ സംഭവം കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ റൂമിന് ചേരുന്ന കളറ്, പക്ഷേ എനിക്കിത് എങ്ങനെ വെക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് നോക്കിയില്ല. പിന്നെ മറ്റേ പൈപ്പിൻ്റെ അറ്റത്ത് വെക്കുന്ന സാധനം, അത് 100 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഞാൻ 100 രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത്. ഏറ്റവും താഴെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ ഇതിനാണെങ്കിൽ 220, 120, 180 അങ്ങനെ പല റേറ്റിലുണ്ട്. അതിൻ്റെ ബെഡ്ഷീറ്റിനൊക്കെ നല്ല റേറ്റ് കുറവ്. ക്യൂൻ സൈസിനൊക്കെ 450 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓഫർ പ്രൈസാണ് ഇട്ടേക്കുന്നത്. കൊള്ളാം, നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പില്ലോയ്ക്ക് 140 തൊട്ട് 400 രൂപ വരെയുള്ള പില്ലോസ് ഉണ്ട്. പില്ലോസ് ആവശ്യമുള്ളവർ ഇവിടെ കമോൺ, ഇവിടെ വന്ന് പില്ലോസ് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. നല്ല ടയേർഡായി കേട്ടോ. അപ്പോൾ തന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വാങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയത്. എന്ന് പറഞ്ഞാലും കുറേ ടൈം എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ എല്ലാം സെറ്റാക്കണം, നാളെ ഇനി എനിക്ക് ഒന്നിനും വയ്യ, ഇന്ന് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ നിൽക്കുവാണ്. എക്സിറ്റ് നമ്മൾ ഇറങ്ങാൻ പോവുക, ബില്ലൊക്കെ കൊടുത്തിട്ട് ഇത് കമ്പിയൊക്കെ പിടിച്ചിട്ട് ഇതാ നിൽക്കുന്നതാണ്ടില്ല. ഇതാണ് എൻ്റെ ചുന്തിരി കെട്ടിയവൻ കേട്ടോ. അങ്ങനെ അവൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി ഇത് വണ്ടിയിൽ ആദ്യം വിചാരിച്ച് ഊബർ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് കേട്ടോ. പക്ഷെ ഞങ്ങൾ അല്ലാതെ തന്നെ ഇങ്ങനെ പോകുന്നു. ഇതാ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു നേരമായി ഗൈസ്. ഞാനൊരു ക്ലോക്ക് വാങ്ങിച്ചു, കുഞ്ഞു ക്ലോക്ക്. 295 ക്ലോക്കാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ കുറച്ചുകൂടെ റേറ്റ് പറയുമെന്ന് തോന്നുന്നു. ചുമ്മാ ഒരു രസത്തിന് വാങ്ങിച്ചത്. അങ്ങനെ ക്ലോക്കൊന്നും നമ്മൾ വെച്ച് ഇപ്പോൾ ആരും ടൈം നോക്കാറില്ലല്ലോ. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ ബോക്സും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ രാത്രിയിലെല്ലാം സെറ്റ് ചെയ്ത് ഗൈസ്. എന്താണ് അമ്മ എഴുന്നേച്ചിരിക്കുന്നു, ചുറ്റും അവളും പടം വരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ റൂമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് റൂം കാണണ്ടേ? സോ നെക്സ്റ്റ് ഞാൻ റൂം കാണിക്കാം. അന്ന് വാങ്ങിച്ച യൂണിക്കോണിൻ്റെ ബുക്കാണിത് കേട്ടോ. അവളത് അങ്ങനെ ഈ കവറിൽ തന്നെ വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എത്ര ദിവസത്തേക്കാണോ എന്തോ. കാണാം. ചുട്ടൂൻ്റെ പടങ്ങൾ കണ്ടില്ലേ? ഫുള്ള് സ്കെച്ച് വാങ്ങിച്ചു കൊടുത്തത്. അത് മൊത്തം ഇങ്ങനെ വരച്ച് 2 ദിവസം കൊണ്ട് അത് തീർക്കും. അതാണ് എൻ്റെ കൊച്ചിൻ്റെ ആ ഒരു സന്തോഷം. അവളുടെ സന്തോഷമില്ലേ നമ്മുടെ സന്തോഷം. പിന്നെ ഞാനും വിചാരിച്ചു വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. അവർ കിടന്നുറങ്ങട്ടെ. അമ്മ ടാറ്റയ്ക്ക് പറഞ്ഞു, ബൈ പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റൂം കാണണ്ടേ? കമോൺ. തട്ടടേ. ഞാനെല്ലാം വിരിച്ച് വൃത്തിയാക്കിയിട്ട് അവൻ കയറി കിടക്കുന്ന കണ്ടില്ലേ ചേട്ട. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രെയിം വാങ്ങിച്ചു, ആ ക്ലോക്കും വാങ്ങിച്ചു അവിടെ വെച്ചു. പിന്നെ ഒരു മാറ്റ് വാങ്ങിച്ച് താഴെ ഇട്ടു. കർട്ടനൊക്കെ അടിച്ചു. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറ. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതിൻ്റെ മോർണിംഗത്തെ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാവേ. ടാറ്റ, ബൈ ബൈ. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം.